അങ്ങോട്ട് വന്നില്ല. അന്നതുപോലെ വന്നു പോയതാ. അമ്മിച്ച് വെള്ളം തന്നെ അന്ന് വന്നത്. ഏറ്റവും നല്ലത് പുള്ളിക്ക് ചേമ്പ് ഒഴിഞ്ഞതും കപ്പ ഒഴിഞ്ഞത് ചെമ്മ ഒഴിഞ്ഞതും ഒക്കെ ഭയങ്കര കാര്യമാണ്. ഈ പുറത്ത് വാങ്ങിക്കുന്നതിന് പറയും ആ ആൾക്കാരെ ഒക്കെ വാങ്ങിക്കുന്നു പോയി. അല്ല എനിക്കറിയില്ല, ഞാൻ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞ ഇങ്ങനെയാ പറഞ്ഞത്. ഞാനൊരിപ്പം എന്റെ കൂടെ ഉണ്ടോ ഒരു അവിടെ ഇതുപോലെ കുറെ വാഹനത്തിന് പോയില്ലേ, എന്റെ കൂടെയാണ്, എന്റെ വണ്ടിയിലാണ്. വൈകുന്നേരം പോലെ ഭയങ്കര രസിക്കാനല്ലോ. അതെല്ലേ മുന്തിരിയൊന്നും വാങ്ങിയിട്ടില്ല. ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത മൊത്തം 100 വെച്ച് മേടിച്ചു. വെച്ചു കൊടുക്കാം. ഒരു പ്ലേറ്റ് ഇട്ടാൽ വെച്ചേക്കണം. ഇതിന് ഇഷ്ടമുള്ള സാധനം നമ്മുടെ സാധാ നാടൻ ഭക്ഷണം. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നു. അതാണ് പ്രശ്നം. സാധാരണ നമുക്ക് കൊടുക്കാൻ പോകുന്നു. സ്ഥലത്ത് ചെന്നപ്പോ ലാസ്റ്റ് ഒരു വീട്ടില് 5 പേരുണ്ടായിരുന്നു. ഞാൻ 2 അച്ഛന്മാരും ഞാനും പിന്നെ അതിനുള്ള ആളുള്ളൂ. പിന്നെ ആ വാർഡിലെ ഒരാൾ വീട്ടിലെ ഉച്ചത്തെ ഊണ് ഒരു വീട്ടിൽ പറഞ്ഞായിരുന്നു. അതുപോലെ തിരുമേനി പറയാം, ഭക്ഷണം കഴിച്ചെന്ന് പറയാം. നിങ്ങൾ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഏത് വീട്ടിൽ ചെന്നാലും വീട്ടം അല്ലെങ്കിൽ ജൂബിലി ഇത് അവിടുത്തെ അല്ല, അത് അവർ സ്വന്തം വീട്ടിലുണ്ടാക്കി ചോറും കറികളും മീൻവട്ടവും അത് കഴിച്ചിട്ട് ഈ തിരക്കിൻ്റെ ഇടയിലും കരുതുന്നുണ്ട്. സ്വന്തം ഉണ്ടാക്കിയിട്ട് അല്ല, അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അത് സ്വന്തം വെച്ച് വീട്ടിൽ ചോറ് വെച്ച് കൊടുത്തേ. മറ്റേ സാധാരണ ചെന്നാൽ അവിടെ ചെന്നാൽ ഹോട്ടലിൽ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. അപ്പൊ പുള്ളിയുടെ വണ്ടിയിലല്ല വരിക അങ്ങോട്ട് അല്ലേ? അല്ല, വണ്ടിയില്ല, ട്രസ്റ്റിന്റെ വണ്ടിയിലല്ല. അപ്പോ ഒരു ഗ്ലാസ് ചെന്നപ്പോ ചേമ്പ് കുഴിഞ്ഞത് കപ്പോ ചെന്ന കുഴിഞ്ഞത് ഭയങ്കര സൗകര്യം. നമുക്ക് ചേമ്പ് കൊടുക്കാൻ പറ്റും. വരുമ്പോ നിങ്ങളെ ഒരു കാര്യം ചെയ്തു വെറുതെ ചെന്നകുഴിയിട്ടായി ഒരു കഷ്ണം കപ്പ കിട്ടുന്ന കപ്പ അതുകൊണ്ട് കപ്പയിലെ പാൽച്ചേമ്പ് കൂട്ടം കൊണ്ടിരിക്കുന്നുണ്ട്.